മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോഴേക്കും അവിടെയുള്ള നഴ്സ് പറയുന്നുണ്ട്, ഒരു സാഗർ എന്നൊരാളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അയാളുടെ കാര്യം അതീവ ഗുരുതരമാണ്. 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ എന്നറിയുന്ന മേഘനാഥനാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ പോയി മാർക്കോയും ലോപ്പസും കൂടെ ആ ഗുണ്ടയിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുമ്പോഴേക്കും അയാളുടെ പേരും സാഗർ എന്നാണെന്നറിയുന്ന മാർക്കോ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മേഘനാഥനെ പറ്റിക്കാനെന്ന് വിചാരിച്ചുകൊണ്ട് മേഘനാഥനെ വിളിക്കുന്ന മാർക്കോ ആണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണനും മാർക്കോയുമാണ് കൊക്കയിൽ വീണ് മരിച്ചതെന്നും ആ സാഗറാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നും വേണമെങ്കിൽ അവനെയും ഞാൻ കൊല്ലാമെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷമില്ല. മേഘനാഥൻ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം, നിൻ്റെ പൈസയാണെങ്കിൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, അതിനെന്താ സാറേ, നേരിട്ട് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കുവെച്ച് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് മാർക്കോ ഉറപ്പിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ ആ മേഘനാഥനും പ്രതാപനുമാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു ഗംഭീര ക്ലൈമാക്സ് ആക്കി നമുക്ക് മാറ്റണമെന്നെല്ലാം മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തന്നെ അത് കേട്ട് നിൽക്കുകയാണ്. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്താണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുക്കങ്ങൾ നടത്തുകയാണ്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ കാണാത്തത് കൊണ്ട് ആകെ വിഷമത്തിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, ഏട്ടത്തി എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, ഏട്ടയ്ക്ക് സമാധാനമായിട്ട് ഇപ്പോൾ തന്നെ കണ്ണേട്ടൻ ഇങ്ങോട്ട് വരില്ലേ, പിന്നെ എന്തിനാണ് ഇത്ര വലിയ ആലോചന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കളിയാക്കുന്നുണ്ട്. പിന്നീട് മഞ്ജു പറയുന്നുണ്ട്, ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ പോകാൻ, അതുകൊണ്ട് അതെല്ലാം നടത്തണം. ഇനിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ ആ കരുണയ്ക്കാണെങ്കിൽ ഒരു തിരിച്ചടി തന്നെ കൊടുക്കണം. അവരാണെങ്കിൽ ഏട്ടത്തി പ്രസവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും കളിയാക്കലല്ലേ, അവരുടെ മുന്നിൽ അത് കാണിച്ചു കൊടുക്കണം ഏട്ടത്തി എന്നൊക്കെ പറയുമ്പോഴേക്കും മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ ഒരു നാണം വരുന്നുണ്ട്. പിന്നീട് മേഘനാഥനാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛനല്ലേ പറഞ്ഞത് ഒന്നും നടക്കില്ല എന്ന്, പക്ഷേ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടന്നു വച്ചാൽ എന്നൊക്കെ പറയുമ്പോഴേക്കും വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നല്ല പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ കണ്ണനും മാർക്കോയും തീർന്നിരിക്കുകയാണ്, ഇനി നമ്മുടെ ജീവിതമാണ് അടുത്തത്. ജുവലറി ഞാനല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, ഇനി ഞാൻ തന്നെ അങ്ങോട്ട് ഫുള്ളും നടത്തുമെന്നെല്ലാം മേഘനാഥനാണെങ്കിൽ അഹങ്കാരത്തോടു കൂടി പറയുന്ന കേൾക്കുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട്, നീ കാര്യം അറിയാതെ കിടന്ന് തുള്ളരുതെന്ന് പറയുന്നുണ്ട്. ഇനിയൊന്നും അറിയാനില്ല അച്ഛാ, അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സീമന്തിനി പറയുന്നുണ്ട്, നീ എന്താണ് മോനെ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അമ്മ ഒന്നും പേടിക്കണ്ട, ഇനി നമ്മുടെ സ്വാതിയുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും, ഇനി ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തി തരുന്നത് അമ്മ കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് വളരെയേറെ അഹങ്കരിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ. പിന്നീട് കരുണയാണെങ്കിൽ ദുർഗയോടായിട്ട് വന്ന് പറയുന്നുണ്ട്, അമ്മ അറിഞ്ഞോ, നമ്മുടെ കണ്ണൻ സാറും നമ്മുടെ മാർക്കോയും തീർന്നിരിക്കുന്ന കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദുർഗ ഇത് കേൾക്കുമ്പോഴേക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ദുർഗ പറയുന്നുണ്ട്, മോളെ ഇതെന്താണ് ഈ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ, അമ്മ ഇത് വിശ്വസിക്കണം, ഇനി ഈ കാര്യങ്ങളെല്ലാം നടന്നത് തന്നെയാണ്, എന്നെ മേഘേട്ടനാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞതെന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ സന്തോഷം അടക്കാനാകുന്നില്ല. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അമ്മ ഇനി നമ്മളൊരു പൊളിക്കും, നമ്മളാണ് ഇനി ഈ വീട്ടിലെ വീട്ടുകാർ, അതുകൊണ്ട് അവളെ ഇനി നമുക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കണം, ഇനി അവളുടെ അഹങ്കാരമെല്ലാം നമുക്ക് തീർക്കണമെന്നെല്ലാം ഉണ്ണിയോടായിട്ടും ദുർഗയോടായിട്ടുമെല്ലാം കരുണ പറയുന്നുണ്ട്. കണ്ണനില്ലാത്ത ലോകത്ത് അവൾക്ക് ഇനി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല, അവൾ തന്നെ ആത്മഹത്യ ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പൊക്കോളും ഉണ്ണിയേട്ട, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, ഇനി ഉണ്ണിയേട്ടനാണ് ഈ വീട് ഭരിക്കുന്നതും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നെല്ലാം കരുണ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ സന്തോഷം അടക്കാനായില്ല. പിന്നീട് മലയ്ക്ക് പോയിട്ടുള്ള കണ്ണനിൽ നിന്നും മഹാലക്ഷ്മി എല്ലാ വിശേഷങ്ങളും അറിയുകയാണ്. അവിടെ വെച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചതും അത് വിട്ടത് മേഘനും പ്രതാപനുമാണെന്നുള്ള കാര്യം കണ്ണനിൽ നിന്നും വിവരം അറിയുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി പ്രതാപനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അയാൾ ചെയ്ത ക്രൂരതകളെല്ലാം കണ്ണേട്ടനോട് തുറന്നു പറയണമെന്ന് മഹാലക്ഷ്മി വിചാരിക്കുകയാണ്. കണ്ണേട്ടൻ വീൽ ചെയറിലാകാനുള്ള പ്രധാന കാരണം ആ പ്രതാപനാണെന്നും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതുമെല്ലാം പ്രതാപനാണെന്നുമെല്ലാം മഹാലക്ഷ്മിയാണെങ്കിൽ തുറന്നു പറയുകയാണ് കണ്ണനോട്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.